ഹായ്, അടിപൊളി ബസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് ഒരു അറബിക് സ്വീറ്റ് ആണ് ചെയ്യാൻ പോകുന്നത്, കുനാഫ എന്ന് പറഞ്ഞ്. ഇപ്പൊ നമ്മള് ഒരുവിധം എല്ലാവരും കാണാം കുനാഫയുടെ റെസിപ്പി. അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു അതൊന്ന് ഉണ്ടാക്കി നോക്കാന്ന്. അപ്പൊ അത് നമ്മൾ ചെയ്യുന്നത് മറ്റേ നൈസായിട്ടുള്ള സേമിയ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. കുനാഫ സേമിയ എന്ന് തന്നെ അതും എഴുതിയിട്ടുണ്ടാവും. അതിപ്പോ ഞാനിവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതിൽ എഴുതിയിട്ടുണ്ട്, കണ്ടോ, കുനാഫ സേമിയ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, സൂപ്പർ മാർക്കറ്റിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർ എടുത്തു തരും. അപ്പം ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോവാം. നമ്മളിതിപ്പോൾ 1/2 ലിറ്റർ പാലാണ് കേട്ടോ എടുത്തേക്കണേ. പാലിനെ നമുക്കൊന്ന് പിരിച്ചിട്ട് ഇതിന് ക്രീം ചീസ് ഉണ്ടാക്കണം. ചീസ് നമുക്ക് വാങ്ങിയിട്ടും ചെയ്യാം കേട്ടോ. ക്യൂബ് ആയിട്ടുള്ള ചീസ് വാങ്ങിയിട്ട് അതിട്ടിട്ടും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ചീസ് ഇവിടെ ക്രീം ചീസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് ഇതിനെ നമുക്ക് ചെറുനാരങ്ങ ഒഴിച്ചിട്ട് പിരിച്ചെടുക്കണം. ഇതേ കുറേശ്ശെ തിളവന്ന് തുടങ്ങിയിട്ട് നമുക്ക് കുറേശ്ശെ ചെറുനാരങ്ങ നീര് കുറേശ്ശെ ഇട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടത് ഫുള്ളായിട്ട് പിരിഞ്ഞ് വരണം. ഉണ്ടോ? ഇതിനെ നമുക്ക് അരിച്ച് എടുക്കണം. നമുക്കതൊന്ന് അരിച്ചു കൊടുക്കാം കേട്ടോ. ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിനൊന്ന് ഇതാക്കാം. ചെറുനാരങ്ങ അവിടെ ഒരു പുളിപ്പ് രസനെ പോകാനായി വെള്ളം വാർന്നു വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പാലിലേക്ക് നമുക്ക് കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇത്രയും എടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം 1 കപ്പ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം കേട്ടോ, മറ്റേ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ്, അതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ പാൽപ്പാടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇത് വാങ്ങണം നിർബന്ധമൊന്നുമില്ല. വീട്ടിൽ നല്ല ക്രീമുള്ള പാല് ഉണ്ടെങ്കിൽ അതിൻ്റെ ക്രീം എടുത്തിട്ട് പാൽപ്പാടി എടുത്തിട്ട് അതിനെ നന്നായി ബീറ്റ് ചെയ്തെടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്യാസ് ഇവിടെ ഞാൻ ഓണാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതിനെ കുറുക്കി എടുക്കണം. അപ്പോൾ തന്നെ നല്ല ക്രീമി ടെക്സ്ചറായി കേട്ടോ. ഈ മിൽക്കിന് നല്ല ടേസ്റ്റുള്ളൊരു സ്വീറ്റാണത്. നമുക്കിതിനെ ഒന്ന് കുറുക്കി എടുക്കണം കേട്ടോ. ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി കൈവിടാതെ ഇളക്കണം കേട്ടോ. ശരിക്കും കുറുകി വരും. ഇവിടെ നന്നായി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് തീ ഓഫാക്കാം. നമുക്ക് ക്രീം ചീസ് ഒന്ന് ശരിയാക്കണം. തീ ഓഫാക്കുന്നുണ്ട്. ഇതോടെ ഒന്ന് ശരിയാവട്ടെ, ഒന്ന് തണുക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ക്രീം ചീസ് ശരിയാക്കി എടുക്കാം. ഇത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിനെ നമുക്കൊന്ന് അടിച്ചെടുക്കണം. ഇതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു
ഒരു നുള്ള് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിനൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഒരു ലേശം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഇതേ ഒരു സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ക്രീം ചീസ് ഇത് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അത് നമുക്കിതിൽ മിക്സ് ചെയ്യാം. മെയിനായിട്ട് ഇതിൽ ചീസാണ് കേട്ടോ. അത് ചീസ് കൊണ്ടാണ് ശരിക്കും ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് വാങ്ങണ ചീസായാലും ഉപയോഗിക്കാം. ഇവിടെ ഉണ്ടാക്കിയത് മാത്രം വാങ്ങുന്ന ചീസ് ക്യൂബ്സ് വെച്ചിട്ടും ചെയ്യാതെ, പിന്നെ ക്രീം ചീസും ചീസ് ക്യൂബ്സും വെച്ചിട്ടാണ് ഇത് ചെയ്യുക. നമ്മളിപ്പോൾ ഇവിടെ ചീസ് ഇങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. നന്നായി മിക്സ് ആക്കി കൊടുക്കാം. നമുക്ക് ഈ സേമിയ ഇനി ഒന്ന് പൊടിച്ചെടുക്കണ്ട. അത് മുഴുവനൊന്നും വേണ്ട, ഏകദേശം ഇതിൻ്റെ ഒരു പകുതി മതിയാവും. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും നമുക്ക്. നന്നായി പൊടിഞ്ഞിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ അതേ ഇപ്പോൾ കണ്ടില്ലേ, നന്നായി പെട്ടെന്ന് പൊടിച്ചെടുക്കാൻ പറ്റി. ഇനി നമുക്ക് ബട്ടർ കൂട്ടിയിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കണം. ബട്ടർ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഒരു 50 ഗ്രാം ബട്ടർ ചേർക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് അതിനെ മിക്സ് ചെയ്തെടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് കേട്ടോ എടുക്കണ്ടേ. നമ്മളിത് ബട്ടറൊക്കെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിനെ സെറ്റ് ചെയ്യാം, എന്നിട്ട് ബേക്ക് ചെയ്തെടുക്കണം. കേക്കിന് ഞാൻ ബട്ടറൊക്കെ പരത്തി മറ്റേ ബട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ട് അടിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അത് ഒരു ഹാഫ് അടിയിലേക്ക് ഇടാം. പിന്നെ നമുക്കൊരു ലെയർ ക്രീമും അടിയിൽ നന്നായിട്ട് സെറ്റാക്കി കൊടുക്കുക. എല്ലായിടത്തും ഒരേപോലെ പരത്തി കൊടുക്കണം കേട്ടോ. നമ്മളിത് സേമിയ നല്ല ഇതായിട്ട് നിരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിൽ നെക്സ്റ്റ് ലെയർ ഇതിട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് പാകമാണ്. സേമിയ നമുക്ക് കുറവാണെങ്കിൽ കുറച്ചും കൂടി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ, കുഴപ്പമില്ല. ഇത് ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ മുകളിൽ അധികം സേമിയ ഇട്ട് കൊടുക്കണം. നമ്മൾ ക്രീമൊക്കെ ഇട്ട് കൊടുത്തു. ഞാൻ അതിൻ്റെ മേലെ ഒരു ലെയറും കൂടി നമുക്ക് സേമിയ ഇട്ടിട്ട് നിരത്തി കൊടുക്കാം. എടുത്തത് കറക്റ്റായിരുന്നു കേട്ടോ. ഇനി അഥവാ സേമിയ കുറവാണെങ്കിൽ കുറച്ചും കൂടി എടുത്ത് നമുക്ക് മിക്സ് ചെയ്തിട്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് സൈഡിൽ നിന്നൊക്കെ ഒന്നിങ്ങനെ ഒതുക്കി കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഡിമോൾഡ് ചെയ്യാൻ എളുപ്പമുണ്ടാവും. ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഇതാക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ഓവൻ്റെ ഇതിവിടെ ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒരു തട്ട് വെച്ച് കൊടുക്കാം. ഒരു 25 മിനിറ്റ് കേട്ടോ. 25 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ അത് അടച്ചു കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ 25 മിനിറ്റ് ബേക്ക് ചെയ്യാം. നമ്മുടേത് ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി സൂപ്പർ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓഫാക്കുകയാണിത്. ഇനി നമുക്കൊന്ന് ചൂടാറിയിട്ട് ഇതിനെ ഡിമോൾഡ് ചെയ്യണം. നമ്മുടേത് ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഒന്ന് ഡിമോൾഡ് ചെയ്ത് നോക്കാം നമുക്ക്. നമ്മളത് ബേക്ക് ചെയ്യാനായിട്ട് ഒരു 40-45 മിനിറ്റ് എടുത്തു കേട്ടോ. ഞാൻ 25 മിനിറ്റ് എന്ന് പറഞ്ഞു, പക്ഷേ 25 മിനിറ്റിലായില്ല.
നന്നായി ബേക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. കുറച്ച് സൈഡിൽ നിന്നൊക്കെ ഒന്ന് വീണ് പോയി. നല്ല മണം കേട്ടോ, നല്ല ഭയങ്കര ഒരു ടെംപ്റ്റിങ് സ്മെല്ലാണ് അതിന്. നമുക്കൊന്ന് പിസ്താശവും മറ്റേ അണ്ടിപ്പരിപ്പൊക്കെ ഞാൻ ഇതാക്കി വെച്ചിട്ടുണ്ട്, ചോപ്പ് ചെയ്ത്. അപ്പോൾ അതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം തന്നെ അത് നമുക്ക് മണം കേൾക്കുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. ഭയങ്കര ടെംപ്റ്റിങ് സ്മെല്ലാണ്. ബട്ടറിൻ്റെയും ഇതിൻ്റെയൊക്കെ നല്ലൊരു നല്ല അടിപൊളി സ്വീറ്റാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനും. മണം കേൾക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ടേസ്റ്റ് എന്തായിരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്. വീണ്ടും ഒരു നല്ല വീഡിയോ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ. നമുക്ക് ഇതിലേക്ക് ഒരു പഞ്ചസാര പാനി വേണം കേട്ടോ. അതിലേക്ക് നമ്മളിത് പഞ്ചസാര അത്ര എടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്, അതൊന്ന് ഇട്ട് കൊടുക്കാം, പാനിയാക്കി എടുക്കാം. ഇത് ഒഴിച്ചിട്ടാണ് ഇത് കഴിക്കുക. ചൂടോട് കൂടി തണുത്തിട്ടല്ല കേട്ടോ കഴിക്കുക. ചൂടോട് കൂടി പഞ്ചസാര പാനി ഒഴിച്ചിട്ട് അങ്ങനെയാണ് അത് കഴിക്കേണ്ടത്. ഇതിനെ ഒന്ന് പാനിയാക്കി എടുക്കാം. നമുക്കിതൊരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ, എങ്ങനെയുണ്ടെന്ന്. ക്രീം ഉള്ളതുകൊണ്ടേ കട്ട് ചെയ്യാൻ അത്ര എളുപ്പമല്ല. കണ്ടോ? നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര പാനി ഒഴിച്ചാൽ മതി കേട്ടോ. ഞാനിപ്പോൾ അത് കഴിക്കണേലേക്ക് മാത്രമേ ഒഴിക്കുന്നുള്ളൂ. നല്ല ഒരു ക്രീമും ആ ചീസിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് നല്ല അടിപൊളിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല മധുരവും ആ സേമിയയുടെ ഒരു ക്രഞ്ചിനെസ്സും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പറാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.